നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. വ്യാപക മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് 4 മരണം. പാലക്കാട് വീട് തകർന്ന് അമ്മയും മകനും മരിച്ചു. കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണ് മരണം. ചിറ്റൂർ പുഴയിൽ കുടുങ്ങിയവരെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി. പ്രളയ സാധ്യതയില്ലെന്ന് മന്ത്രി കെ രാജൻ. കോഴിക്കോടും വയനാടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നത്തിൽ റെയിൽവേയുടെ നിസ്സഹകരണം തെളിയിക്കുന്ന രേഖകൾ പുറത്ത്. പാളം പൊളിക്കേണ്ടതിനാൽ മാലിന്യ ടണൽ മാറ്റാനാവില്ലെന്ന് റെയിൽവേ 2015 അറിയിച്ചു. ടണൽ വൃത്തിയാക്കണമെന്ന നിർദ്ദേശവും അവഗണിച്ചു. തർക്കം പരിഹരിക്കാൻ ഉന്നതതല യോഗം വിളിച്ച് മുഖ്യമന്ത്രി. റെയിൽവേയോട് വിശദീകരണം തേടി ഗവർണർ. റെയിൽവേ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഒരു വിഭാഗം മാധ്യമങ്ങളും എതിരാളികളും നടത്തുന്ന കടന്നാക്രമണങ്ങളെ പരാജയപ്പെടുത്തുമെന്ന് CPM. പ്രമോദ് കോട്ടൂളിക്കെതിരായ അച്ചടക്ക നടപടിയിൽ നുണപ്രചാരണത്തിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം. നടപടിക്ക് വിധേയരാകുന്നവർക്ക് വീരപരിവേഷം നൽകുന്നു. പുരസ്കാര ചടങ്ങിൽ ആസിഫ് അലിയെ അപമാനിക്കുന്ന പെരുമാറ്റവുമായി രമേശ് നാരായണൻ. ആസിഫ് അലി നൽകിയ പുരസ്കാരം ജയരാജനെ വിളിച്ചുവരുത്തി വീണ്ടും ഏറ്റുവാങ്ങി. വിവാദം തെറ്റിദ്ധാരണ മൂലമെന്ന് രമേശ് നാരായണൻ. ആസിഫ് അലിയെ അപമാനിച്ചിട്ടില്ലെന്നും മാപ്പ് പറയാൻ തയ്യാറെന്നും മാധ്യമങ്ങളോട്. ജമ്മുകാശ്മീരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ 4 സൈനികർക്ക് വീരമൃത്യു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഭീകര സംഘടനയായ കശ്മീർ ടൈഗേഴ്സ്. സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. തമിഴ്നാട്ടിൽ വീണ്ടും രാഷ്ട്രീയ കൊല. കൊല്ലപ്പെട്ടത് നാം തമിഴർ കക്ഷി നേതാവ്. കൊലപാതകം മധുരയിൽ പ്രഭാത നടത്തത്തിനിടെ. കോഴിക്കോട് താമരശ്ശേരിയിൽ മൊബൈൽ ഷോപ്പ് ഉടമയെ തട്ടിക്കൊണ്ടുപോയത് കൊട്ടേഷൻ സംഘം. ആവശ്യപ്പെട്ടത് 10 കോടി രൂപ. രാത്രി റോഡരികിൽ മോചിപ്പിച്ചു. 6 പേർ കസ്റ്റഡിയിൽ. പുറത്തിറങ്ങിയപ്പോഴും ഒരു 10-40ഓളം ആൾക്കാർ വന്നിട്ട് വണ്ടിക്ക് വട്ടം വെച്ച് വളഞ്ഞു. വണ്ടിയുടെ പുറകിലെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് എൻ്റെ കഴുത്തിൽ കിടന്ന ചെയിനൊക്കെ വലിച്ച് പൊട്ടിച്ചായിരുന്നു. എൻ്റെ കൈയൊക്കെ പിടിച്ച് തിരിച്ച് കൈയൊക്കെ വലിച്ച് ഓടിച്ചായിരുന്നു. CPM MLAയ്ക്ക് കടന്നുപോകാൻ വാഹനം മാറ്റാത്തതിന് ഗർഭിണിക്കും കുടുംബത്തിനും നേരെ ആക്രമണം. അരുവിക്കര MLA G. സ്റ്റീഫനൊപ്പം ഉണ്ടായിരുന്നവർ കാറിന്റെ ഗ്ലാസ് തകർത്തത് പരാതിക്കാരനായ ബിനീഷ്. ആക്രമണം നടക്കുമ്പോൾ MLA കാറിലുണ്ടായിരുന്നുവെന്നും പരാതിക്കാരൻ. വനിതാ SIയെ ഇമ്പോസിഷൻ എഴുതിപ്പിച്ച് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി. ഭാരതീയ ന്യായ സംഹിതയെക്കുറിച്ചുള്ള SP-യുടെ ചോദ്യത്തിന് മറുപടി തെറ്റിച്ചതിന് ശിക്ഷ. ഉദ്യോഗസ്ഥർക്കിടയിൽ അതൃപ്തി. വാർത്തയിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് വ്യാപക മഴക്കെടുതിയിൽ 4 മരണം. പാലക്കാട് കണ്ണൂരുമാണ് മരണം റിപ്പോർട്ട് ചെയ്തത്. പാലക്കാട് വീട് തകർന്നു വീണാണ് അമ്മയും മകനും മരിച്ചത്. കണ്ണമ്പ്ര കൊട്ടേക്കാട് സ്വദേശികളായ സുലോചന, മകൻ രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. കണ്ണൂരിൽ വെള്ളക്കെട്ടിൽ വീണാണ് 2 പേരുടെയും മരണം. മട്ടന്നൂർ കോളാരി കുംഭംമൂലയിൽ കുഞ്ഞാമിന, ചൊക്ലി സ്വദേശി താഴേക്കുനിയിൽ ചന്ദ്രശേഖരൻ എന്നിവരാണ് മരിച്ചത്. ഇടുക്കി മൂന്നാർ ഗ്യാപ് റോഡിലും വയനാട്ടിലും മണ്ണിടിച്ചിലുണ്ടായി. ഇടുക്കി ഉടുമ്പൻചോലയിൽ മരം വീണ് വീട് തകർന്നു. മണത്തോട് സ്വദേശി സുരേഷിന്റെ വീടാണ് തകർന്നത്. ഷീറ്റ് തകർന്ന് ദേഹത്തേക്ക് പതിച്ച് സുരേഷിന്റെ ഭാര്യ മഹാലക്ഷ്മിക്ക് പരിക്കേറ്റു. ആലപ്പുഴ എടത്വയിൽ ആഞ്ഞിലി മരം വീണ് വീട് തകർന്നു.
തലവടി സ്വദേശി ബാലന്റെ വീടാണ് തകർന്നത്. കോഴിക്കോട് കാരശ്ശേരിയിൽ ശക്തമായ മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് 2 വീടുകൾ അപകട ഭീഷണിയിലായി. ലോവർ പെരിയാർ വൈദ്യുതി നിലയത്തിലേക്ക് വീണ്ടും മണ്ണിടിഞ്ഞ് വീണ് 2 ഫീഡറുകൾ തകർന്നു. ചെർപ്പുളശ്ശേരി ടൗണിൽ നഗരസഭയുടെ പൊതുകിണർ കനത്ത മഴയിൽ ഇടിഞ്ഞു താണു. പെരിയാറിലും പമ്പയിലും ചാലക്കുടി പുഴയിലും ജലനിരപ്പ് ഉയരുകയാണ്. കനത്ത മഴയിൽ ഭവാനിപ്പുഴ കരകവിഞ്ഞു. അട്ടപ്പാടി താവളം പാലം വെള്ളത്തിനടിയിലായി. ആനക്കല്ലിൽ മരം വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. മഴ ശക്തമായി തുടരുന്നതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട് വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. അംഗനവാടികൾക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല. വയനാട്ടിൽ MRS സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ അകപ്പെട്ട 4 കുടുംബത്തെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി. മൈസൂർ സ്വദേശികളായ ലക്ഷ്മണ, ദേവി, സുരേഷ്, വിഷ്ണു എന്നിവരാണ് 3 മണിക്കൂർ നേരം പുഴയിൽ കുടുങ്ങിയത്. മരണത്തെ മുഖാമുഖം കണ്ട മണിക്കൂറുകൾ. കുതിച്ചൊഴുകുന്ന ചിറ്റൂർ പുഴ മധ്യത്തിലുള്ള തുരുത്തിലെ പാറയിൽ 4 പേരും നിന്നു. ദേവിയുടെ അസാധാരണ ധൈര്യമാണ് ഭർത്താവ് ലക്ഷ്മണയ്ക്കും മകനും സഹോദരപുത്രനും ശക്തി പകർന്നത്. സംഭവം പുറത്തറിഞ്ഞത് ഇവർ പുഴയിലകപ്പെട്ട് 2 മണിക്കൂറോളം കഴിഞ്ഞ ശേഷം. പോലീസും ഫയർഫോഴ്സും നരണി ആലംകോട് കോസ്വേക്ക് താഴെ കുതിച്ചെത്തി. വടമെറിഞ്ഞ് ലൈഫ് ജാക്കറ്റുമായി രക്ഷാപ്രവർത്തകർ കൂലം കുത്തിയൊഴുകുന്ന ചിറ്റൂർ പുഴയെ കീറിമുറിച്ച് അവരുടെ അടുത്തെത്തി. ദേവിയെയാണ് ആദ്യം കരക്കെത്തിച്ചത്. പിന്നീട് ഓരോരുത്തരായി കരയിലേക്ക്. അവസാനത്തെയാളും കരതൊട്ടപ്പോൾ പിരിമുറുക്കത്തിന്റെയും ഭയത്തിന്റെയും മണിക്കൂറുകൾ പിന്നിലായി. മൈസൂർ സ്വദേശികളായ കുടുംബം മീൻവല നിർമ്മിച്ച് വിൽക്കാനാണ് പാലക്കാട്ടെത്തിയത്. മഴയും ജാഗ്രതാ നിർദ്ദേശങ്ങളുമൊന്നും അറിയാതെയാണ് കുളിക്കാനിറങ്ങിയത്. മൂലത്തറ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതിനാൽ ചിറ്റൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നിരുന്നു. സംഭവമറിഞ്ഞ് മന്ത്രി കൃഷ്ണൻകുട്ടി സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചു. പുഴയിലകപ്പെട്ടവരെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ ഫയർഫോഴ്സ് ജീവനക്കാരെ മന്ത്രി അഭിനന്ദിച്ചു. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് കൊല്ലങ്കോട് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിയയാളെ രക്ഷപ്പെടുത്തി. വാച്ചർമാരുടെ കണ്ണുവെട്ടിച്ചാണ് ഇയാൾ വെള്ളച്ചാട്ടത്തിനടുത്ത് പോയതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വിവരങ്ങളുമായി S വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൽ നല്ല ശക്തിയായ ഒഴുക്കുണ്ടായിരുന്നു. ആ സമയത്താണ് ഇയാൾ അകപ്പെട്ടത്. രക്ഷാപ്രവർത്തനം എത്രമാത്രം ദുഷ്കരമായിരുന്നു? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? രേണുക 6-അംഗ സംഘമാണ് ഇവിടെ ഈ സീതാർകുണ്ട്, അതായത് നമുക്കറിയാം നെല്ലിയാമ്പതിയുടെയും അതുപോലെ തന്നെ കൊല്ലങ്കോടിന്റെ ഇടയിലുള്ള ഒരു പ്രധാനമായ വെള്ളച്ചാട്ടമാണ്. ഇവിടെ കയറിയത് വനം വകുപ്പിന്റെ എല്ലാ നിർദ്ദേശങ്ങളും അവഗണിച്ചുകൊണ്ട് മഴക്കാലത്ത് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകരുത് എന്നുള്ള കർശനമായ നിർദ്ദേശം ലംഘിച്ചുകൊണ്ടാണ് 6-അംഗ സംഘം ഇങ്ങോട്ട് പോയത്. ഇതിനകത്ത് 2 പേരാണ് കുടുങ്ങിയത്. ബാക്കി 4 പേർ വെള്ളം കുത്തിയൊലിച്ച് വരുന്നത് കണ്ട് മലവെള്ളപ്പാച്ചിൽ കണ്ട് അവിടെ നിന്ന് 4 പേർ മാറി. ഈ 2 പേർ ഇതിനകത്തേക്ക് പോയി. അതിൽ ഒരാളും ഏറെക്കുറെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഈ ഒരാൾ, അതായത് വേലന്താവളം സ്വദേശി, പാലക്കാട് വേലന്താവളം സ്വദേശി രമേശ് 1/2 മണിക്കൂറോളം സമയം വള്ളിയിൽ തൂങ്ങി നിൽക്കുകയായിരുന്നു. അതിനുശേഷം ഈ പുറത്തെത്തിയവരാണ് ഫയർഫോഴ്സിനെ വിവരമറിയിച്ച്. തുടർന്ന് ഫയർഫോഴ്സും പോലീസും സംഭവ സ്ഥലത്തെത്തി. അതിനുശേഷമാണ് ഇയാളെ ലൈഫ് ജാക്കറ്റും അതുപോലെ തന്നെ വടം കെട്ടിയും കരക്കെത്തിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഇയാൾക്കെതിരെ കേസെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകും എന്ന് തന്നെയാണ് വനംവകുപ്പിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരം. കാരണം
വനം വകുപ്പിന്റെ എല്ലാ നിർദ്ദേശങ്ങളും അവഗണിച്ചുകൊണ്ട് ഇത്തരത്തിൽ കാടിനുള്ളിൽ ഒപ്പം തന്നെ ഈ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയത് യഥാർത്ഥത്തിൽ ശിക്ഷാർഹമായ നടപടിയാണ് എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. ഏതായാലും രമേഷിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, യഥാസമയം തന്നെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസമായ കാര്യമാണ്. നമുക്കറിയാം പാലക്കാട് ഇന്നത്തെ രണ്ടാമത്തെ സംഭവമാണിത്. എന്തായാലും ആദ്യത്തേത് അറിയാതെ അതിനകത്ത് ഈ ജാഗ്രത നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ മൂലത്ര ഷട്ടർ തുറന്നതൊന്നും അറിയാതെയാണെങ്കിൽ രണ്ടാമത് ഇതിലെല്ലാ നിർദ്ദേശങ്ങളും ഇതിന്റെ എല്ലാ ജാഗ്രത നിർദ്ദേശങ്ങളും അറിയുന്ന ഒരു 6 അംഗ സംഘമാണ് ഇതിനകത്ത് പോയത്. എന്തായാലും ഈ വേലന്താവളം സ്വദേശിയായ രമേഷും സുഹൃത്തുക്കളും ഇവർക്കെതിരെ കേസെടുക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് വനം വകുപ്പ് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി, എന്തായാലും രക്ഷാപ്രവർത്തകരും അവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നത്. നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നതാണ് ഓരോരുത്തർക്കും ചെയ്യാനുള്ള ഉത്തരവാദിത്തം. ഇപ്പോൾ നിർദ്ദേശങ്ങൾ ലംഘിച്ചു പോയവരാണ് അപകടത്തിൽപ്പെട്ടത്, അല്ലെങ്കിൽ ഏറെ നേരം അവിടെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആ യുവാവിനെ എന്തായാലും രക്ഷിച്ചിരിക്കുകയാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശിക്കാം. എസ് വിനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കനത്ത മഴയിൽ പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നു. ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങി. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ട്. ഇന്നലെ മുതൽ എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. എന്നിരുന്നാൽ പോലും ഇടുക്കിയിലെ മലയോര പ്രദേശങ്ങളിലും എറണാകുളത്തിന്റെ മലയോര പ്രദേശങ്ങളിലും പെയ്ത മഴയുടെ തീവ്രത കൊണ്ടാണ് ഇപ്പോൾ പെരിയാറിൽ ഇങ്ങനെ ജലസമൃദ്ധമായി അല്ലെങ്കിൽ ഇത്രയും വലിയ ഒഴുക്ക് ഉണ്ടാകുന്നത്. ഈ ആലുവ ശിവക്ഷേത്രത്തിന്റെ പരിസരമെല്ലാം വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, ഈ മൺസൂൺ കാലത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് ആദ്യമായാണ് അമ്പലത്തിന്റെ പരിസരത്ത് ഈ വർഷം ഉണ്ടായ മഴയിൽ ഒരുപക്ഷെ കൊച്ചി മുഴുവൻ മുങ്ങിയപ്പോൾ പോലും ഇവിടെ അമ്പലത്തിന്റെ പരിസരങ്ങളിലേക്ക് വെള്ളം കയറിയിരുന്നില്ല. പക്ഷെ പെരിയാറിൽ ഇപ്പോൾ കുത്തൊഴുക്കാണ്. അത് ശരിക്കും എറണാകുളം ജില്ലയിൽ പെയ്ത മഴയെന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഇടുക്കിയിലും എറണാകുളത്തിന്റെ മലയോര പ്രദേശങ്ങളിലും ഇടുക്കിയുടെ മലയോര പ്രദേശങ്ങളിലും പെയ്ത മഴ ഇപ്പോൾ പെരിയാറിലൂടെ ഈ ഒഴുകിയെത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒറ്റപ്പെട്ട അത്ര അതിതീവ്ര മഴ എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് കൊച്ചി പോയിട്ടില്ല. എങ്കിൽ പോലും പെയ്യുന്ന മഴ ഒരു 2-3 മിനിറ്റ് നിൽക്കുന്നുള്ളെങ്കിൽ പോലും വലിയ തീവ്രതയോടുകൂടി അല്ലെങ്കിൽ വലിയ വ്യാപ്തിയോടുകൂടി ഉള്ള തുള്ളികളാണ് വീഴുന്നത്. അതായത് ഓരോ മഴയ്ക്കും വലിയ തോതിലുള്ള ജലം പെയ്തിറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഈ പറയുന്നത് പോലെ കൊച്ചി ആദ്യത്തെ വേനൽ മഴയിൽ മുങ്ങിപ്പോയതുപോലെയോ അല്ലെങ്കിൽ മൺസൂൺ കാലത്തെ മഴയിൽ ജനങ്ങൾക്കുണ്ടായ ദുരിതം പോലെ അത്ര തീവ്രമായ ഒരവസ്ഥയിലേക്ക് കടന്നിട്ടില്ലെങ്കിൽ പോലും പെരിയാറിന്റെ തീരത്തുള്ള ആളുകൾക്ക് നിലവിൽ ജാഗ്രതാ നിർദ്ദേശമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും തീരത്തുള്ള വീടുകളിലൊക്കെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. ഈ ഒഴുക്കിലും അല്ലെങ്കിൽ ഈ ഒരു ജല സമൃദ്ധിയിൽ ഇത്രയും നിബിഡമായി ജലം പോകുന്ന ഒരു സാഹചര്യത്തിലും പെരിയാറിന്റെ തീരത്തുള്ള വീടുകളിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. വെള്ളം കയറിയ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഒന്ന് ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും എങ്കിലും വ്യാപകമായി ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശമോ ഒന്നും ഇതുവരെ ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടില്ല. 2 ദിവസമായി 5 ജില്ലയിൽ അതിതീവ്രമായ മഴയാണ് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു. അതനുസരിച്ച് തന്നെയാണ്. പക്ഷെ ആ മുന്നറിയിപ്പ് അനുസരിച്ച് തന്നെയുള്ള തരത്തിലുള്ള മഴ പെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ കൊച്ചിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതിതീവ്ര മഴ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്കോ അതല്ലെങ്കിൽ ആളുകൾക്ക് വലിയ നേരത്തെ പോലെ മുൻപുണ്ടായ സാഹചര്യങ്ങളിൽ പോലെ വലിയ മഴയിലേക്ക് വരുന്ന ഒരു അവസ്ഥയോ നിലവിൽ ഇല്ല. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കനത്ത മഴയിൽ ഭാരതപ്പുഴയിൽ ക്രമാതീതമായി നീരൊഴുക്ക് വർദ്ധിക്കുകയാണ്. പട്ടാമ്പിയിലും തൃത്താലയിലും പുഴ ഇരുകരകളും മുട്ടിയൊഴുകാൻ തുടങ്ങി. നീരൊഴുക്ക് ശക്തമായതോടെ വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന്റെ 25 ഷട്ടറുകൾ തുറന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പെയ്ത മഴയിലാണ് ഭാരതപ്പുഴയിൽ ജലനിരപ്പ് വർദ്ധിച്ചത്. നീരൊഴുക്കും ശക്തമായി. പട്ടാമ്പിയിൽ തടയണകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. പട്ടാമ്പി പാലത്തിന്റെ 75% ജലനിരപ്പ് ഉയർന്നു. ചെങ്ങനാംകുന്ന് റെഗുലേറ്ററുകളിലൂടെയും ഒഴുക്ക് ശക്തമാണ്. നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ തൃത്താല വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന്റെ 27 ഷട്ടറുകളിൽ 25 എണ്ണം തുറന്നു. തടയണയുടെ വൃഷ്ടിപ്രദേശത്തും മഴ ശക്തമാണ്. വലിയ തോതിൽ തടയണയിൽ കുത്തൊഴുക്കും അനുഭവപ്പെടുന്നുണ്ട്. പുഴയിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ തീരപ്രദേശത്തുള്ളവർക്കും പുഴയിൽ ഇറങ്ങുന്നവർക്കും അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മീൻ പിടിക്കാനോ കുളിക്കുന്നതിനോ മറ്റോ പുഴയിൽ ഇറങ്ങരുതെന്നും മുന്നറിയിപ്പ് നൽകി. ന്യൂസ് 18 പട്ടാമ്പി. കോഴിക്കോട് നാദാപുരം തലശ്ശേരി സംസ്ഥാന പാതയിൽ റോഡിലെ വെള്ളക്കെട്ടിൽ വീണ കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് തകർന്നു. 3 യാത്രക്കാർക്ക് പരിക്കേറ്റു. വെള്ളൂർ കോട്ടയംപുറം സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. അപകടത്തിൽ കാർ
പൂർണ്ണമായും തകർന്നു. പീരുമേട് മത്തായി കൊക്കോയ്ക്ക് സമീപം റോഡിലേക്ക് മണ്ണിടിഞ്ഞ ഗതാഗതം തടസ്സപ്പെട്ടു. കനത്ത മഴയിലാണ് മണ്ണിടിഞ്ഞത്. വലിയ വാഹനങ്ങൾ ഏലപ്പാറ മേമല പഴയ പാമ്പനാർ വഴി തിരിച്ചുവിട്ടു. ചെറിയ വാഹനങ്ങൾ മാത്രമാണ് ഇതുവഴി കടത്തിവിടുന്നത്. ഈ വർഷം ആദ്യം ഇവിടെ മലമുകളിൽ നിന്ന് പാറകൾ റോഡിലേക്ക് പതിച്ചിരുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് 2 ജില്ലകളിൽ റെഡ് അലർട്ടാണ്, 7ഇടത്ത് ഓറഞ്ച് അലർട്ട്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ടുള്ളത്. വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന ചേരുകയാണ്. ഷംന, നമ്മൾ മഴക്കെടുതിയുടെ നിരവധി വിവരങ്ങളാണ് പലയിടങ്ങളിൽ നിന്നും വന്നത് ഇതുവരെ കണ്ടത്. പക്ഷേ ഇനിയും മഴ തുടരും എന്ന മുന്നറിയിപ്പാണുള്ളത്. ഏതൊക്കെ ജില്ലകൾക്കാണ് റെഡ് അലർട്ട്? മറ്റു മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? സംസ്ഥാനത്ത് അതിശക്തമായ മഴ, അതിതീവ്ര മഴ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾക്ക് ഇന്ന് റെഡ് അലർട്ടാണ്. ഒപ്പം എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. ഒപ്പം തന്നെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. എന്തായാലും ജൂലൈ 20 വരെ ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഒപ്പം തന്നെ മണിക്കൂറിൽ 75 കിലോമീറ്റർ ഉയരത്തിൽ വീശിയടിക്കാവുന്ന കാറ്റിന്, ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കൂടി മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. കണ്ണൂർ, കാസർഗോഡ് തീരത്തുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കാരണം കടൽക്ഷോഭത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകമായി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുള്ളവർ പ്രത്യേകമായി ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. നാളെയും അതിനടുത്ത ദിവസവും ഓറഞ്ച് അലർട്ടുകൾ നിലനിൽക്കും. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് നാളെ ഓറഞ്ച് അലർട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും മഴ ശക്തമായി തന്നെ തുടരും. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് മരിച്ച ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് ശുചീകരണ പ്രവർത്തനം തുടങ്ങി. കുന്നുകൂടി കിടക്കുന്ന ദുർഗന്ധം വമിക്കുന്ന മാലിന്യം കൈകൊണ്ടാണ് കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികൾ നീക്കുന്നത്. ശ്രീത്രാപൂർ ഹോമിന് പിൻവശത്ത് ഇന്നലെ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയ ഭാഗത്താണ് ഇന്ന് നഗരസഭയുടെ ശുചീകരണം നടക്കുന്നത്. ടൺ കണക്കിന് മാലിന്യങ്ങൾ ഒരു മാലിന്യ മല പോലെ ഈ ആമയിഴഞ്ചാൻ തോടിൽ കുന്നുകൂടി കിടക്കുന്നതാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ജോയിയുടെ ഭൗതികദേഹം ഒഴുകി വന്ന് തടഞ്ഞു നിന്നത് ഈ മാലിന്യ കൂമ്പാരത്തിലാണ്. അത് ഇന്നലെ തന്നെ പക്ഷേ ചില ഭാഗങ്ങളിലൊക്കെ ഇവിടെ ഒരു തോട് ഒഴുകുന്നുണ്ടോ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിൽ പൂർണ്ണമായും മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഭാഗമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഇപ്പോഴും അതിന്റെ ഒരു ഭാഗം അതേപോലെ കിടക്കുന്നു. പക്ഷേ ഇന്ന് രാവിലെ മുതൽ നഗരസഭയുടെ ശുചീകരണ തൊഴിലാളികൾ ഇവിടെ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നുണ്ട്. ഒരു ഭാഗത്ത് നിന്ന് വലിയ മുളങ്കമ്പ് ഉപയോഗിച്ച് അത് കുത്തി മറ്റു ഭാഗത്തേക്ക് ഒഴുക്കിവിട്ട് അവിടെ ശേഖരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇങ്ങനെ ശേഖരിച്ചാൽ മാത്രം പോരാ, ഇത് കൃത്യമായി വലിയ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളിലും ചാക്കുകളിലും തലസ്ഥാനവാസികൾ, പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്ന, വലിയ വിദ്യാഭ്യാസവും വിവരവും ഉണ്ടെന്ന് അവകാശപ്പെടുന്ന തലസ്ഥാനവാസികളും ഇവിടുത്തെ കച്ചവടക്കാരുമൊക്കെ വലിയ ഭാണ്ഡക്കെട്ടുകളായി കൊണ്ട് ഈ ജലാശയത്തിലേക്ക് തള്ളുന്ന, എറിഞ്ഞു പോകുന്ന, വാഹനങ്ങളിൽ വന്ന് എറിഞ്ഞു പോകുന്ന ഈ മാലിന്യ ഭാണ്ഡക്കെട്ടുകൾ ഓരോന്നും അഴിച്ചു പെറുക്കി അതിൽ ഉള്ള മാലിന്യങ്ങൾ ജൈവവും അജൈവവും ഒക്കെ തരംതിരിച്ച് പ്ലാസ്റ്റിക് കവറുകളും ബാഗുകളും കഴുകി വൃത്തിയാക്കി മാത്രമേ ഈ ശുചീകരണ തൊഴിലാളികൾക്ക് കുറെ മനുഷ്യർ ചെയ്യുന്ന വലിയ പാപത്തിന് ആ പാപഭാരം പേറേണ്ടി വരുന്ന, ആ പാപത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്ന മറ്റൊരു കൂട്ടം മനുഷ്യരെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്, നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ മനുഷ്യർ ഇങ്ങനെ ഇത്തരത്തിൽ ഈ അഴുക്കുചാലിൽ നിന്ന് നഗരത്തിന്റെ മുഴുവൻ മാലിന്യങ്ങളും പേറി വരുന്ന അഴുക്കുചാലിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ ഓരോന്നും അഴിച്ചുപെറുക്കി, ആ ഭാണ്ഡക്കെട്ടുകൾ അഴിച്ചുപെറുക്കി, ആ ക്യാരി ബാഗുകൾ തുറന്ന്, ചാക്കുകെട്ടുകൾ തുറന്ന് അതിൽ നിന്ന് ഓരോ മാലിന്യങ്ങളായി വേർതിരിച്ച് തരംതിരിച്ച് ആ പ്ലാസ്റ്റിക്കുകൾ കഴുകി മാറ്റി വേണം ഇവർക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ. ഇങ്ങനെ കൊണ്ടുപോയാൽ മാത്രമേ നഗരസഭ ഇതിന്റെ സംസ്കരണത്തെ ഏൽപ്പിച്ചിട്ടുള്ള ഏജൻസികൾ ഇത് അവർ സ്വീകരിക്കൂ. അങ്ങനെ സ്വീകരിച്ചാൽ മാത്രമേ ഈ മാലിന്യങ്ങൾ ഇവിടെ നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റൂ, ഇവിടെ നിന്ന് കൊണ്ടുപോയി സംസ്കരിക്കാൻ പറ്റൂ. അത്തരം ജോലിയാണ് കുറെ മനുഷ്യർ അവരുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ
പോകാൻ, അവർക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കാനായി ചെയ്യുന്നത് അവരുടെ ഉപജീവന മാർഗ്ഗം ഇത് തന്നെ. എങ്കിൽ പോലും ഒരിക്കലും ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്ത, നമ്മൾ കണ്ടതാണ് റെയിൽവേയുടെ കോമ്പൗണ്ടിലെ ടണലിനുള്ളിൽ സ്കൂബ ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവിംഗ് സംഘവും നേവി ഉദ്യോഗസ്ഥരും മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെ ഇത്തരത്തിൽ ഈ മാലിന്യങ്ങൾ നിറഞ്ഞ ആ ജലാശയത്തിൽ കഴിഞ്ഞ എത്രയോ മണിക്കൂറുകൾ ജോയിക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയത്. അതുപോലെ തന്നെ ഈ ദിവസവും ചെയ്യുന്ന ആളുകൾ അന്നത് അത് കണ്ട് ഒരുപക്ഷെ കേരളം കരഞ്ഞതാണ്, അവരുടെ ആത്മസമർപ്പണത്തെ പുകഴ്ത്തിയതാണ്. പക്ഷേ നഗരസഭയുടെ ഈ ജീവനക്കാർ വർഷത്തിൽ 365 ദിവസവും ചെയ്യുന്നത് ഇത്തരം ജോലികളാണ്. അവർ മനുഷ്യർക്ക് ചെയ്യാൻ ഒരുപക്ഷെ ഭൂരിപക്ഷം പേർക്കും അറപ്പ് തോന്നുന്ന ജോലികൾ അവർ കൈകൊണ്ട് ചെയ്യുകയാണ്. ഒരു ഗ്ലൗസും ഒരു ഷൂസും ഒക്കെ അവർ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അത്രയധികം മാലിന്യങ്ങൾ ഈ രീതിയിൽ വേർതിരിക്കുന്നവരാണ് ഇവരെ നിർബന്ധിതരാക്കുന്നതും ഒരു കൂട്ടം മനുഷ്യരാണ് എന്നുള്ള ഏറ്റവും ദുഃഖകരമായ, ഏറ്റവും ലജ്ജ ഉണ്ടാക്കുന്ന കാര്യം. ഏതായാലും നഗരസഭ ഈ ഭാഗത്ത് ശുചീകരണം തുടരുകയാണ്. ഈ തൊഴിലാളികൾ പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് അവർ ഇത്തരത്തിലുള്ള ശുചീകരണം നടത്തിയതാണ്. എന്നിട്ടും ഒരു കുറവും ഉണ്ടാകുന്നില്ല. വീണ്ടും ഇവിടേക്ക് മാലിന്യങ്ങൾ ഒരു നാണവുമില്ലാതെ, ഒരു ഉളുപ്പുമില്ലാതെ തലസ്ഥാനവാസികൾ വലിച്ചെറിയുകയാണ്. അവർക്ക് മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള ഇടമായി മാത്രം ഈ ആമയിഴഞ്ചാൻ തോട് മാറുന്നു. തങ്ങളുടെ വീട്ടിലും തങ്ങളുടെ സ്ഥാപനങ്ങളിലും ഉണ്ടാകുന്ന എല്ലാ മാലിന്യങ്ങളും വലിച്ചെറിഞ്ഞ് ആരുടെയും കണ്ണിൽപ്പെടാതെ വിജയികളായി, ചാമ്പ്യന്മാരായി അവർ വലിച്ചെറിഞ്ഞ് കടന്നുപോകുമ്പോൾ ഇത്തരം മനുഷ്യരെ കൂടി ഓർക്കണം. ഇവർ ഇത് മാറ്റാതിരുന്നാൽ, ഇവർ ഇതിൽ വീഴ്ച വരുത്തിയാൽ ഈ നഗരം വീണ്ടും വലിയ വെള്ളപ്പൊക്കത്തിലേക്ക് പോകും. ഈ നഗരത്തിൽ വലിയ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കും. രോഗങ്ങൾ വരുമ്പോൾ കരയുകയും വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ അത് നഗരസഭയുടെയും സർക്കാരിന്റെയും ഉത്തരവാദിത്തമാണ്. അവരുടെ വീഴ്ചയെന്ന് പറഞ്ഞ് വിമർശിക്കുകയും മാത്രമല്ല, ഇത്തരം മാലിന്യങ്ങൾ കഴിവതും സർക്കാർ നിർദ്ദേശിക്കുന്ന, നഗരസഭ നിർദ്ദേശിക്കുന്ന, അധികാരികൾ നിർദ്ദേശിക്കുന്ന മാർഗങ്ങളിലൂടെ സംസ്കരിക്കാനുള്ള മാന്യത കൂടി തലസ്ഥാനവാസികൾ കാട്ടണം. ആമയിഴഞ്ചാൻ ദുരന്തത്തിന് കാരണം റെയിൽവേയുടെയും അനാസ്ഥയെന്നതിന് കൂടുതൽ തെളിവുകൾ. തമ്പാനൂരിലെ ടണൽ പൊളിച്ചു പണിയണമെന്ന് 2015 തന്നെ സംസ്ഥാന സർക്കാർ റെയിൽവേയോട് ആവശ്യപ്പെട്ടിരുന്നു. പ്ലാറ്റ്ഫോം പൊളിക്കണം എന്നതടക്കമുള്ള കാരണങ്ങൾ പറഞ്ഞ് 9 വർഷത്തിന് ശേഷവും നടപടി വൈകിപ്പിക്കുകയാണ് റെയിൽവേ. ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി 2015 ഈ ടണൽ, റെയിൽവേ ടണൽ തമ്പാനൂരിൽ കഴിഞ്ഞ ദിവസം ജോയി വീണ് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ട ഈ ടണലിന്റെ ഭാഗത്ത് അന്ന് പ്രവർത്തികൾ നടക്കുമ്പോഴാണ്, അതിന്റെ ക്ലീനിംഗ് പ്രവർത്തികൾ നടക്കുമ്പോഴാണ് റെയിൽവേയോട് സംസ്ഥാന സർക്കാർ ആദ്യമായി ആവശ്യപ്പെടുന്നത് ഈ ടണൽ പൊളിച്ചു പണിയണം. കാരണം പതിറ്റാണ്ടുകളായി അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ, മണ്ണ്, പാറക്കല്ലുകൾ ഉൾപ്പെടെ ഇതിനടിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടി ഒഴുകിപ്പോകേണ്ട വെള്ളത്തിന്റെ 25% മാത്രമേ ഒഴുക്ക് ഉള്ളൂ. ആ ഒഴുക്ക് പൂർണ്ണമായും ശരിയാകാതെ മുഴുവൻ വെള്ളവും, ഇതിൽ കൂടി കടന്നുപോകേണ്ട മുഴുവൻ വെള്ളവും കടന്നുപോകാതെ തിരുവനന്തപുരത്തെ പ്രത്യേക തമ്പാനൂരിലെ വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാകില്ല. വെള്ളപ്പൊക്ക ഭീഷണി ഒഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ടണൽ പൊളിച്ചു പണിയണം. വളരെയധികം ബുദ്ധിമുട്ടിയാണെന്ന് യന്ത്രഭാഗങ്ങൾ, മണ്ണുമാന്തി യന്ത്രവും മറ്റ് യന്ത്രങ്ങളും ഒക്കെ ഇതിനുള്ളിലേക്ക് കടത്തിവിട്ടുകൊണ്ടുള്ള പരിശോധന നടത്തിയത്. അത്രയധികം ബുദ്ധിമുട്ടിയാണ് ഇത് പൊളിച്ചു മാറ്റി ഓരോ ഭാഗത്തും മണ്ണ് അടിഞ്ഞുകൂടി കിടന്നതൊക്കെ ഇടിച്ചു മാറ്റിയും പാറക്കഷ്ണങ്ങളൊക്കെ തുറന്നു മാറ്റിയും അന്ന് ഈ സംഘം അനന്ത ടീം അകത്തേക്ക് കടന്നത്, അല്ലെങ്കിൽ അവിടെ പണികൾ ചെയ്തത്. അവിടേക്ക് തൊഴിലാളികൾ കടന്നുപോയതും മാലിന്യങ്ങൾ നീക്കം ചെയ്തതും. അതുകൊണ്ട് തന്നെ ഈ ടണൽ പൊളിച്ചു പണിയണമെന്നായിരുന്നു സർക്കാരിന്റെ ആവശ്യം. അത് 2015 അന്ന് മാത്രമല്ല, പിന്നീട് VP ജോയ് സംസ്ഥാന ചീഫ് സെക്രട്ടറി ആയ ശേഷവും റെയിൽവേയുടെ സമാനമായ കാര്യം ആവശ്യപ്പെട്ടിരുന്നു. റെയിൽവേ ബോർഡ് ചെയർമാൻ അടക്കം കത്തെഴുതിയിരുന്നു. നിരവധി യോഗങ്ങൾ, റെയിൽവേയുടെയും സർക്കാരിന്റെയും സംയുക്ത യോഗങ്ങൾ ചേർന്നിരുന്നു. അപ്പോഴൊന്നും ഇത് നടപടി ഉണ്ടായില്ല. റെയിൽവേ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആവശ്യം മാറ്റിവെക്കുകയായിരുന്നു. ഈ ടണൽ പൊളിച്ചു പണിയണമെങ്കിൽ പ്ലാറ്റ്ഫോമുകളിലൂടെ കൂടി അവിടെ ആ ഭാഗം കൂടി പൊളിച്ചു പണിയേണ്ടി വരും. അങ്ങനെയെങ്കിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടും. അതുകൊണ്ട് ആ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ 9 വർഷവും റെയിൽവേ അത് നീട്ടിവയ്ക്കുകയായിരുന്നു. ഇപ്പോഴും നമുക്ക് കാണാം, ഇതിന്റെ ഭാഗത്ത് ഇന്നലെ ടൺ കണക്കിന് മാലിന്യം ഇന്നലെ മെനങ്ങാന്നുമായി ഇവിടെ നിന്ന് നീക്കം ചെയ്തതാണ്. ഇപ്പോഴും ഈ ബാരിക്കേഡ് മാറ്റിയാൽ അവിടേക്ക് വീണ്ടും മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്ന അവസ്ഥയുണ്ട്. ഇവിടെ തന്നെ ധാരാളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നു. ഈ ടണൽ ഉൾവശവും നമുക്ക് ഇവിടുന്ന് കാണാനാകുന്നുണ്ട്. അവിടെയും വലിയ രീതിയിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നു. അങ്ങനെ ഈ പൂർണ്ണമായും ഈ ടണലിലെ മാലിന്യം ഒഴുക്ക് തടയണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെ ഈ വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കണമെങ്കിൽ ടണൽ പൊളിച്ചു പണിയണമെന്ന സർക്കാരിന്റെ ആവശ്യം റെയിൽവേ പരിഗണിക്കേണ്ടി വരും. വ്യാഴാഴ്ച മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ഒരുപക്ഷെ ഇക്കാര്യം വീണ്ടും ആവശ്യപ്പെടും. അതിന് എത്രത്തോളം റെയിൽവേ സഹകരിക്കും എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും ഇവിടുത്തെ ഈ ടണലിന്റെ അതിന്റെ നവീകരണ പ്രക്രിയകൾ, നവീകരണ പ്രവൃത്തികൾ. അതുതന്നെയാകും. അത് ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായും വീണ്ടും തലസ്ഥാനം തമ്പാനൂർ വെള്ളത്തിൽ മുങ്ങുമെന്ന് ഉറപ്പാണ്. വി അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കൊച്ചുവേലിയിലും റെയിൽവേ ഭൂമിയിൽ മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ്. പ്ലാറ്റ്ഫോമിനോട് ചേർന്ന ഭാഗത്താണ് പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരമുള്ളത്. കൊച്ചുവേലിയിലെ മാലിന്യം നീക്കാൻ നഗരസഭ നൽകിയ കത്തിൽ റെയിൽവേ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല.
റെയിൽവേയുടെ ഭാഗത്ത് വലിയ അനാസ്ഥയുണ്ടായത് മന്ത്രി വി ശിവൻകുട്ടി. റെയിൽവേ ഉദ്യോഗസ്ഥർ മണിക്കൂറുകൾ കഴിഞ്ഞാണ് സ്ഥലത്തെത്തിയത്. റെയിൽവേ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചുവെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ജോയിയുടെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാരത്തിന്റെ കാര്യം നാളത്തെ മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്നും മന്ത്രി അറിയിച്ചു. നാളത്തെ ക്യാബിനറ്റിൽ ഇത് ചർച്ച ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റെയിൽവേ ഇക്കാര്യത്തിൽ വളരെ സഹകരണ മനോഭാവമില്ലാത്തൊരു നിലപാടാണ് റെയിൽവേ സ്വീകരിക്കുന്നത്. ഈ മരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ റെയിൽവേക്കാണ്. റെയിൽവേയുടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ തന്നെ ഈ സംഭവ സ്ഥലത്ത് വന്നത് ഏതാണ്ട് 8-10 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് സംഭവ സ്ഥലത്തിന് വരുന്നത്. ഇന്നിപ്പോൾ ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്വത്തിൽ തൊഴിൽ നിയമം അനുസരിച്ച് ഉള്ള കാര്യങ്ങൾ ഒന്നും തന്നെ അത് അവർ നോക്കിയിട്ടില്ലല്ലോ. തൊഴിൽ നിയമം ലംഘിച്ചിരിക്കുകയാണ്. ആമയിഴഞ്ചാൻ തോടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി ഇടപെടണമെന്ന് മന്ത്രി MP രാജേഷ്. റെയിൽവേയുടെ വീഴ്ചകൾ സംസ്ഥാനം കേന്ദ്ര റെയിൽവേ മന്ത്രിയെ അറിയിക്കും. ഹൈക്കോടതി അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചിട്ടുണ്ട്. റെയിൽവേ അവർക്ക് പറയാനുള്ളത് അമിക്കസ് ക്യൂറിയോട് പറയട്ടെ എന്ന് മന്ത്രി പറഞ്ഞു. റെയിൽവേ കണ്ണടച്ചിരുട്ടാക്കുന്നുവെന്നും റെയിൽവേയുടെ സമീപനം തിരുത്തണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ഇന്നലെ ഹൈക്കോടതി എണ്ണി കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഹൈക്കോടതി അമിക്കസ് ക്യൂറിയും വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ റെയിൽവേ കോടതിയിൽ സമാധാനം പറഞ്ഞോട്ടെ. അവർക്കൊരു ഉത്തരവാദിത്വമില്ല എന്നുള്ളതാണെങ്കിൽ ഹൈക്കോടതിയുടെ മുമ്പിൽ പറയട്ടെ. ഇപ്പോൾ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും. ഇതാണ് റെയിൽവേയുടെ സമീപനം. ഇപ്പോഴും കണ്ണടച്ചിരുട്ടാക്കുകയാണ്. ഇനി ഇതിൽ കൂടുതൽ തെളിവ് വേണ്ടല്ലോ. പക്ഷെ ഇതല്ല സർക്കാർ റെയിൽവേയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇത്രയൊക്കെയായിട്ടും ഈ ദുരന്തം പോലും കണ്ണു തുറപ്പിച്ചിട്ടില്ല എന്ന് വരുന്നത് ഖേദകരമാണ്. ആ സമീപനം തിരുത്തണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അതിന് കേന്ദ്ര റെയിൽവേ മന്ത്രി ഇടപെടണം. റെയിൽവേയുടെ ഈ അത് ഇവിടത്തെ മാത്രമാവില്ലല്ലോ. അതുകൊണ്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടുകയും ഈ സമീപനം സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥരെ താക്കീത് ചെയ്യാനും ആവശ്യമെങ്കിൽ നടപടിയെടുക്കാനും അദ്ദേഹം തയ്യാറാവുകയാണ് വേണ്ടത്. സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും മാത്രം വിചാരിച്ചാൽ മാലിന്യ നിർമ്മാർജ്ജനം സാധ്യമാകില്ല എന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. ആപത്തുണ്ടാകുമ്പോൾ മാത്രം വിമർശനങ്ങൾ ഉണ്ടാകും. അതിന്റെ ചൂടിറങ്ങിയാൽ പിന്നെ ആരും മിണ്ടില്ല. ജോയിയുടെ മരണത്തിൽ ഓരോ മലയാളിക്കും കുറ്റബോധമുണ്ടാകണം. ബ്രഹ്മപുരം കൊണ്ടും ആളുകൾ പാഠം പഠിച്ചില്ലെന്നും തീയണഞ്ഞപ്പോൾ വീണ്ടും മാലിന്യം വലിച്ചെറിയാൻ തുടങ്ങിയെന്നും മന്ത്രി പറഞ്ഞു. ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷിച്ചു വരികയാണെന്ന് DRM മനീഷ് ദപ്രിയാൻ. ടണലിൽ അടിഞ്ഞത് റെയിൽവേ ഭൂമിയിലെ മാലിന്യമല്ല. റെയിൽവേയുടെ ഭൂമിയിൽ വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമാണ് കനാൽ പോകുന്നത്. മാലിന്യം നീക്കം ചെയ്യാൻ സംയുക്ത നടപടിക്ക് തയ്യാറാണ്. ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭയുമായി ചർച്ച നടത്തും. സർക്കാർ വിളിക്കുന്ന യോഗങ്ങളിൽ റെയിൽവേ പ്രതിനിധികൾ പോകാറുണ്ട്. DRM എല്ലാ മീറ്റിംഗിലും പോകേണ്ട കാര്യമില്ലെന്നും മനീഷ് ദപ്ലിയാൻ പറഞ്ഞു. This waste is not from the station. So the canal portion is our portion is very small. The railway is not generating this garbage. The functional representative officials from the railway, they also attend the meetings. തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ ദുരന്തത്തിൽ മരിച്ച ജോയിയുടെ കുടുംബത്തിനെ സന്ദർശിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് വിശ്വസിക്കുന്നതെന്നും കേന്ദ്രത്തിനോട് വിവരം ധരിപ്പിച്ചിട്ടുണ്ട് എന്നും ഗവർണർ പറഞ്ഞു. തിരുവനന്തപുരത്ത് മാലിന്യ പ്രശ്നത്തിലും ഗവർണർ ഇടപെട്ടു. സർക്കാർ റെയിൽവേ തർക്കത്തിൽ വസ്തുത വ്യക്തമാക്കാൻ റെയിൽവേയോട് ഗവർണർ ആവശ്യപ്പെട്ടു. ഞാൻ പോട്ടെ. ഇടവേള. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ
ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരാബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. വാണിയിടുക നാരദമെന്നുടെ നാവു തന്മേൽ വാണി മാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ. നാണമെന്നിയെ മുതാ നാവിന്മേൽ നടനം ചെയ്യേണാങ്കാനനെ യഥാ കാനനെ ദിഗംബരൻ. വാരിജോത്ഭവമുഖ വാരിജവാസേ ബാലെ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ പാരാതി സലക്ഷണം മേന്മേൽ മംഗളശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം. വിഷ്ണുജോത്ഭവസുതനന്ദന പുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തപോധനൻ. വിഷ്ണുതൻ മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നേ. നാൻമാരനേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമ വരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനാത്മവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സി വാണിടുവാൻ വന്ദിക്കുന്നേ. വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജശരാരതി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാംബുജ ലീനപാംസും ജയം മമ ചേതോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. ആധാരം നാനാ ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു. വേദത്തിനാധാരഭൂതന്മാരി കാണായൊരു ഭൂദേവ പ്രവരന്മാർ തദ്വേഷാപാദികൾ ദാതൃശങ്കര വിഷ്ണു പ്രവരന്മാർക്കും മതം വേദോജ്ഞന്മാർ മാഹാത്മ്യന്മാർക്ക് ചൊല്ലാം. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദാജനജ്ഞാനിനൻ ആദ്യനായുള്ളോരു ഞാൻ വേദസംഹിതനായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിടുന്നേ. വേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കണം. സുരസംഹൃതിപതി തദനുത സ്വാഹാപതി വരദൻ പിതൃപതി നിതൃതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാപതി പശുപതി നക്ഷത്രപതി സുരവാഹിനി പതിതനായൻ ഗണപതി
സുരവാഹിനി പതി പ്രമദഭൂതപതി ശ്രുതിവാക്യാത്മാ ദിനപതി ഖേനാനാം പതി ജഗതി ചരാചര ജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണ മകമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേ. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. മറ്റു വാർത്തകളിലേക്ക്. പ്രമോദ് കോട്ടൂളിക്കെതിരായ അച്ചടക്ക നടപടിയിൽ പാർട്ടിക്കെതിരെ മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും നടത്തുന്ന കടന്നാക്രമണങ്ങളെ പരാജയപ്പെടുത്തുമെന്ന് CPM. നുണപ്രചാരണത്തിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും പാർട്ടിയിൽ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാനുമാണ് ശ്രമം നടക്കുന്നത്. പാർട്ടി നടപടികൾക്ക് വിധേയരാകുന്നവർക്ക് പാർട്ടി ശത്രുക്കളും മാധ്യമങ്ങളും വീരപരിവേഷം നൽകുന്നുവെന്നും CPM കുറ്റപ്പെടുത്തുന്നു. പാർട്ടി നേതൃത്വത്തെയും സംസ്ഥാന സർക്കാരിനെയും കരിവാരിത്തേക്കാൻ ശ്രമമെന്നും എളമരം കരീമിനും മന്ത്രി റിയാസിനുമെതിരെ നീചമായ പ്രചാരണം നടക്കുന്നുവെന്നും CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി കുറ്റപ്പെടുത്തി. പ്രമോദിനെതിരായ നടപടി തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമാണെന്നും CPM പറയുന്നു. അരുവിക്കര MLA G. സ്റ്റീഫനെതിരെ ആരോപണം. വാഹനം നിർത്തിയിട്ടതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നവർ കാറിന്റെ പിൻവശത്തെ ഗ്ലാസ് തകർത്തുവെന്നാരോപിച്ച് അമ്പലത്തിൻകാല സ്വദേശി ബിനീഷാണ് രംഗത്തെത്തിയത്. ആക്രമണം നടക്കുമ്പോൾ MLA വാഹനത്തിലുണ്ടായിരുന്നു എന്നും പരാതിക്കാർ പറയുന്നു. MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നവർ ആക്രമിക്കുമ്പോൾ 8 മാസം ഗർഭിണിയായ ഭാര്യ കാറിലുണ്ടായിരുന്നതായും ബിനീഷ് പറഞ്ഞു. എന്നാൽ ആരോപണം MLA നിഷേധിച്ചു. വണ്ടി എടുത്തുകൊണ്ട് അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഗ്രൗണ്ടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി എടുത്തിട്ടായിരുന്നു. അപ്പം MLAയുടെ വണ്ടി പുറകിലുണ്ടായിരുന്നു, പുറകിലിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിന് മുമ്പിൽ ആ വണ്ടി അപ്പം ഗ്രൗണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഫ്രണ്ടിലോട്ട് കയറ്റി വണ്ടി ഞാൻ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞ പിന്നെ വൈഫിനെയും ബ്രദറിനെയൊക്കെ കയറ്റി കഴിഞ്ഞപ്പോഴത്തെ വണ്ടി സ്റ്റാർട്ടാവാൻ ചെറിയ ഡിലേ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് വണ്ടി എടുത്തുകൊണ്ട് പോടാന്ന് പറഞ്ഞുകൊണ്ട് കുറേ പിള്ളേർ വന്ന് ഇങ്ങനെ ഇച്ചിരി ക്രൂഡായിട്ട് നോക്കുകയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ കാര്യമാക്കിയില്ല. എന്നിട്ടും വെയിറ്റ് ചെയ്തു, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പുറത്തിറങ്ങിയപ്പോഴും ഒരു 10-40ഓളം ആൾക്കാർ വന്നിട്ട് വണ്ടിക്ക് വട്ടം വെച്ച് വളഞ്ഞു വണ്ടിയുടെ പുറകിലെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് എൻ്റെ കഴുത്തിൽ കിടന്ന ചെയിനൊക്കെ വലിച്ച് പൊട്ടിച്ചായിരുന്നു. എൻ്റെ കയ്യൊക്കെ പിടിച്ച് തിരിച്ച് കയ്യൊക്കെ വലിച്ച് ഓടിച്ചായിരുന്നു. ആ മൂക്കിനൊക്കെ ഇട്ട് ഇടിച്ചു. എൻ്റെ കൂടെ വന്നവരുടെ കയ്യെ പിടിച്ച് തിരിച്ചു. എൻ്റെ വൈഫിൻ്റെ കഴുത്തിൽ കിടന്ന മാലയൊന്നും ഇപ്പോൾ കാണാനില്ല, എൻ്റെ മാലയും കാണാനില്ല. ഇങ്ങനെ വലിച്ചു പൊട്ടിച്ചു. നമ്മളെ അടിക്കും പിടിക്കും എന്നൊക്കെ ഭയങ്കര ഇതൊക്കെ ആയിരുന്നു. പിന്നെ ജീവനും കൊണ്ട് എങ്ങനെയോ രക്ഷപ്പെട്ട് വീടെത്തി. അത് കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുത്ത് മെഡിക്കൽ എടുക്കാൻ ഹോസ്പിറ്റലിൽ പോയി. കുറേ പേരുണ്ടായിരുന്നു. ഇതേപോലെ MLAയുടെ വണ്ടിയാണ് പുറകെ കിടന്നത്. ആരാണ് വന്നത്, എന്താണ് ചെയ്തതെന്ന് അറിയാൻ പാടില്ല. ഒരു 40-40 മേളിൽ ആൾക്കാരുണ്ടായിരുന്നു. ഒരു 20 തൊട്ട് ഒരു 35-40 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരായിരുന്നു ഉള്ളത്. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഗുരുതരമായ രീതിക്കാണ് ആക്രമിച്ചത്. തമിഴ്നാട്ടിൽ വീണ്ടും രാഷ്ട്രീയ കൊല. നാം തമിഴർ പാർട്ടി മധുരൈ ജില്ലാ ഡെപ്യൂട്ടി സെക്രട്ടറി ബാലസുബ്രഹ്മണ്യം കൊല്ലപ്പെട്ടു. ഇന്ന് രാവിലെ മധുരയിലാണ് സംഭവം. പ്രഭാത നടത്തത്തിനിറങ്ങിയ ബാലസുബ്രഹ്മണ്യത്തെ ഒരു സംഘം വെട്ടിക്കൊല്ലുകയായിരുന്നു. 10 ദിവസത്തിനിടെ തമിഴ്നാട്ടിൽ നടക്കുന്ന രണ്ടാമത്തെ രാഷ്ട്രീയ കൊലപാതകമാണ് ഇത്. ജമ്മുകാശ്മീരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ 4 സൈനികർക്ക് വീരമൃത്യു. ഡോഡ ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് മേജർ ബ്രിജേഷ് ധാപ്പ ഉൾപ്പെടെ 4 സൈനികർ വീരമൃത്യു വരിച്ചത്. ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഭീകര സംഘടനയായ കശ്മീരി ടൈഗേഴ്സ് ഏറ്റെടുത്തു. ഇന്നലെ രാത്രി 7 മണിയോടെ സുരക്ഷാസേന തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. കരസേനാ മേധാവിയുമായി സംസാരിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സ്ഥിതിഗതികൾ വിലയിരുത്തി.
ഇന്ത്യ സഖ്യകക്ഷിയായ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി നേതാവ് മുകേഷ് സഹനിയുടെ പിതാവ് കൊല്ലപ്പെട്ട നിലയിൽ ബീഹാറിലെ ദർബാംഗ കുടുംബ വീട്ടിലാണ് ജിതൻ സഹനിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. पिताजी जितन सहनी जी की सुपौल बाजार में जिस तरह हत्या हुई है, ये हम सब के लिए बहुत दुख की बात है. इस दुख की घड़ी में हम सब मुकेश सहनी जी के साथ हैं. कभी कल्पना नहीं की जा सकती थी कि इस तरह की हत्या उनके पिताजी की होगी. जो अपराध जिसने किया है वो अपराधी बख्शा नहीं जाएगा. नीतीश कुमार जी की सरकार सुशासन के रास्ते पर चलती है, अपराध और अपराधियों से कोई समझौता नहीं करती है. ये घटना जिसने भी की है उसको SIT बना दी गई है, उस पर कार्रवाई की जाएगी. സംസ്ഥാനത്ത് കാട്ടാനകളുടെ എണ്ണം കുറഞ്ഞു. 1793 ആനകളാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ വർഷം 1920 ആനകൾ ഉണ്ടായിരുന്നു. 6.61% കുറവാണ് ഈ വർഷം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശരാശരി 100 ആനകൾ കഴിഞ്ഞ വർഷം ചരിഞ്ഞു എന്നാണ് കണക്ക്. വനിതാ ASIക്ക് SP വക ഇമ്പോസിഷൻ. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയാണ് വനിതാ SIക്ക് ഇമ്പോസിഷൻ എഴുതാൻ നിർദ്ദേശം നൽകിയത്. പതിവായി നടക്കുന്ന സാറ്റ റിപ്പോർട്ടിംഗിനിടെ പുതിയ ക്രിമിനൽ നിയമത്തെക്കുറിച്ചും ഭാരതീയ ന്യായ സംഹിതയെക്കുറിച്ചും SP ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ മറുപടി വനിതാ SI നൽകാത്തതിനെ തുടർന്നായിരുന്നു 3 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതാൻ നിർദ്ദേശിച്ചത്. തുടർന്ന് SI എഴുതി നൽകി ഇത് മെയിൽ അയക്കുകയും ചെയ്തു. കടുത്ത മാനസിക സമ്മർദ്ദം നേരിടുന്ന പോലീസ് സേനയിൽ SPയുടെ നടപടി ഉദ്യോഗസ്ഥർക്കിടയിൽ അതൃപ്തിയുണ്ടാക്കിയിട്ടുണ്ട്. കണ്ണൂരിൽ പോലീസുകാരനെതിരെ ബ്ലാക്ക് മെയിലിംഗ് പരാതി. കണ്ണൂർ കോട്ടയിലെ സുരക്ഷാ ഡ്യൂട്ടി പോലീസുകാരൻ പ്രവീഷിനെതിരെയാണ് പരാതി. മുഴപ്പിലങ്ങാട് സ്വദേശിയായ പ്രവീഷ് ഇടതനുകൂല പോലീസ് അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിക്കെതിരെയാണ് പരാതി. കോട്ടയിലെത്തുന്ന സുഹൃത്തുക്കളായ യുവതിയുവാക്കളുടെ ദൃശ്യങ്ങൾ പകർത്തി പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് പരാതി. ദൃശ്യങ്ങൾ പുറത്തുവിടാതിരിക്കാനാണ് പണം ആവശ്യപ്പെടുന്നത്. കണ്ണൂർ, കൊല്ലം സ്വദേശികളാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP അന്വേഷണം തുടങ്ങി. താമരശ്ശേരിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 6 പേർ കസ്റ്റഡിയിൽ. ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. മറ്റുള്ളവരെ ചോദ്യം ചെയ്തു വരികയാണെന്ന് DYSP പറഞ്ഞു. താമരശ്ശേരി അമ്പായത്തോട് സ്വദേശി അൽ ഷാജറിന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. കാസർഗോഡ് ബസ് യാത്രക്കിടെ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം. കാഞ്ഞങ്ങാടിനും ബേക്കലിനുമിടയിൽ സ്വകാര്യ ബസ്സിലായിരുന്നു സംഭവം. മാലോത്ത് സ്വദേശിനിയായ യുവതി മകളുമായി ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ദുരനുഭവമുണ്ടായത്. യുവതി തന്നെയാണ് മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയത്. കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയിൽ കാഞ്ഞങ്ങാട് നിന്നും പാലക്കുന്നിലേക്കുള്ള സ്വകാര്യ ബസ് യാത്രക്കിടെയാണ് യുവതിക്ക് ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടായത്. തൊട്ട് എതിർവശത്തിരുന്ന ആളാണ് ഇത്തരത്തിൽ നഗ്നതാ പ്രദർശനം നടത്തിയത്. യുവതി തന്റെ മകൾക്കൊപ്പമായിരുന്നു യാത്ര ചെയ്തിരുന്നത്. യുവതി തന്നെയാണ് ഈ ദൃശ്യം ചിത്രീകരിച്ചതും. കാഞ്ഞങ്ങാട് നിന്നും ബേക്കലത്തുനിന്ന് ഇടയിലാണ് സംഭവം. ഇയാള് എനിക്ക് മോക്കുന്നേരെ നഗ്നതാ പ്രദർശനം കാണിച്ചു. അന്നേരം ഞാൻ വീഡിയോ പിടിച്ച് പെട്ടെന്ന് കണ്ടക്ടർ ഏറ്റവും പുറകിലായതുകൊണ്ട് അയാളോട് പറയാൻ സാഹചര്യം കിട്ടിയില്ല. ഏതായാലും ഈ ദൃശ്യം പോലീസിന് കൈമാറിയിട്ടുണ്ട്. പോലീസ് ഇത് സംബന്ധിച്ച് പരിശോധിക്കുന്നുണ്ട്. ഇയാളുടെ മുഖം വ്യക്തമാണ്, അതുകൊണ്ട് തന്നെ ഇയാളെ കണ്ടെത്താനാകുമെന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെ ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ട ആളാണോ ഇയാളെന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം, ഇത്തരം കേസുകളിൽ പിടിയിലാകുന്നവർ സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ പുറത്തിറങ്ങുന്നു എന്നതാണ്. നിയമം അത്രത്തോളം ദുർബലമാണ്, ഈ വകുപ്പുകൾ അത്രത്തോളം ദുർബലമാണ്. അതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ ഇത്തരം ആളുകൾ പുറത്തിറങ്ങുന്നു എന്ന് തന്നെയാണ് ഇത്തരം കേസുകൾ വീണ്ടും വർദ്ധിക്കാൻ കാരണം. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ യുവതി പാലക്കുന്നിലെ ഒരു ഹോം നഴ്സാണ്. യുവതി മാലോത്ത് സ്വദേശിയാണ്. യുവതി തന്റെ മകൾക്കൊപ്പമായിരുന്നു ഈ സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്തത്. കണ്ടക്ടറോട് ഈ വിവരം അറിയിച്ചിരുന്നെങ്കിലും ഇയാൾ ഈ ദൃശ്യം ചിത്രീകരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് ഉടൻ തന്നെ ബസ്സിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും പോലീസ്, ബേക്കൽ പോലീസാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നത്. ബേക്കൽ പോലീസ് ഇയാളെ കണ്ടെത്താനുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. പാലക്കാട് പട്ടാമ്പിയിൽ ഓട്ടോറിക്ഷകൾ കൂട്ടിയിടിച്ചു. ഗുഡ്സ് ഓട്ടോറിക്ഷയാണ്. പെരിന്തൽമണ്ണ ഭാഗത്തു നിന്ന് വരികയായിരുന്ന ഓട്ടോ റോഡിലിടിച്ചത്. ഇരുവാഹനങ്ങളിലെയും ഡ്രൈവർമാർക്ക് പരിക്കുണ്ട്. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ആനയൂട്ട്.
കനത്ത മഴയിലായിരുന്നു ഇത്തവണ ആനയൂട്ട് നടന്നത്. തുടർച്ചയായ 42ാം വർഷമാണ് വടക്കുംനാഥ ക്ഷേത്രത്തിൽ കർക്കിടകം 1 ആനയൂട്ട് നടക്കുന്നത്. 64 ആനകളെയാണ് ചടങ്ങിൽ പങ്കെടുപ്പിച്ചത്. തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ക്ഷേത്രത്തിൽ ചടങ്ങുകൾ തുടങ്ങിയത്. 7:45ഓടെ ഗണപതി ഹോമം പൂർത്തിയായി. അപ്പോഴേക്കും ആനയൂട്ടിൽ പങ്കെടുക്കാനായുള്ള ആനകൾ എത്തിത്തുടങ്ങി. ഏഷ്യാഡിൽ പങ്കെടുക്കാൻ പോയ ആനകൾക്ക് അസുഖം വന്നപ്പോൾ ഗണപതി പ്രീതിക്ക് വേണ്ടി തുടങ്ങിയതാണ് കർക്കിടക മാസത്തിലെ ആദ്യ ദിവസത്തെ ആനയൂട്ട്. ശരിക്കും രാമായണ മാസം എന്ന് പറഞ്ഞാൽ പഞ്ഞമാസം എന്നാണ് പറയുക. ആ മാസത്തിൽ ശരിക്കും ആനകൾക്ക് എല്ലാം ചികിത്സയുടെ കാലമാണ്. അപ്പോൾ ശരിക്കും വടക്കുന്നാലത്തെ ആനയൂട്ടിലെ ഇത് കഴിഞ്ഞ് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആനകൾക്ക് ചികിത്സാകാലമാണ്. ഇവിടുന്ന് മരുന്ന് കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ആനകൾക്ക് അസുഖങ്ങൾ വളരെ കുറവാണെന്നാണ് വിശ്വാസം. അത് കാരണം കണ്ണൂര്, തിരുവനന്തപുരത്ത് നിന്നുള്ള ആനകൾ വരെ വടക്കുന്നാലത്തെ ആനയൂട്ടിൽ നിന്ന് ഇവിടുത്തെ പ്രസാദവും ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആ വർഷം ആനകൾക്ക് വയറിനൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇപ്പോൾ ശരിക്കും അതേപോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഭയങ്കര വിശ്വാസത്തിൽ ആനകളെല്ലാം ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഏകദേശം ഇപ്രാവശ്യം 67ഓളം ആനകൾ പങ്കെടുക്കുന്നുണ്ട്. ഗുരുവായൂർ ദേവസ്വം ലക്ഷ്മിക്ക് ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണ നമ്പൂതിരി ആദ്യ ഉരുള നൽകിയതോടെയാണ് ആനയൂട്ടിന് തുടക്കമായത്. പുതുപ്പള്ളി കേശവനടക്കമുള്ള ഗജവീരന്മാർ പങ്കെടുത്തു. മന്ത്രി കെ രാജൻ അടക്കമുള്ള പ്രമുഖർ ചടങ്ങിന്റെ ഭാഗമായി. മഹത്തായ സംവിധാനം ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ ആനകളെ ശുശ്രൂഷിക്കാൻ, പ്രകൃതിയെ ശുശ്രൂഷിക്കാനൊക്കെയുള്ള സംവിധാനങ്ങളെ കുറിച്ചുകൂടി ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു പരിപാടിയായി നടന്നു. 500 കിലോ അരിയുടെ ചോറ്, ശർക്കര, മഞ്ഞപ്പൊടി എന്നിവ ചേർത്തുള്ള ഉരുളകളും പൈനാപ്പിൾ, കക്കിരി, തണ്ണിമത്തൻ, പഴം തുടങ്ങി 8ഓളം പഴവർഗ്ഗങ്ങളും ഇവയ്ക്ക് പുറമെ ദഹനത്തിന് പ്രത്യേക ഔഷധക്കൂട്ടും ആനകൾക്ക് നൽകി. തുടർന്ന് ക്ഷേത്രത്തിൽ 10,000 പേർക്ക് പ്രസാദ ഊട്ടും നടന്നു. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കർക്കിടക മാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് നട തുറന്നത് മുതൽ നിരവധി തീർത്ഥാടകരാണ് കോരിച്ചൊരിയുന്ന മഴയിലും ദർശനത്തിനായി എത്തുന്നത്. പുലർച്ചെ മുതൽ ഭക്തരുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. മകരവിളക്കുമായി ബന്ധപ്പെട്ട് ഭാവി പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അംഗങ്ങൾ, ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗം ചേർന്നു. വളർത്തുനായയുമായി നടക്കാനിറങ്ങിയ റിട്ടയേർഡ് നേവി ഉദ്യോഗസ്ഥനെ അയൽവാസികൾ മർദ്ദിച്ചെന്ന പരാതി. കഴിഞ്ഞ 15 വർഷമായി കൊച്ചിയിൽ താമസമാക്കിയ അഭിഷേകിനും കുടുംബത്തിനുമാണ് ദുരനുഭവമുണ്ടായത്. വിഷയത്തിൽ പോലീസ് കേസെടുത്തു. എല്ലാ ദിവസവും വൈകുന്നേരം അഭിഷേക് നായയുമായി പുറത്ത് നടക്കാനിറങ്ങാറുള്ളതാണ്. കഴിഞ്ഞ ദിവസം നായയുമായി പുറത്തുപോയപ്പോഴാണ് സമീപവാസികളായ ചിലർ അഭിഷേകിനെയും ഒപ്പമുണ്ടായിരുന്ന മകനെയും മർദ്ദിച്ചത്. അയൽവാസിയായ ഹരികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമിച്ചത്. അപ്പം ആ വീട്ടിൽ നിന്ന് 3 പേരും, അമ്മ, ഒരു 30 ഇയേഴ്സ് 2 പേഴ്സൺ അവിടെ നമ്മുടെ മുന്നേ വന്നിട്ട് ചാടി വന്നിട്ട് ഇത് ശരിയല്ല, ഇത് ഇവിടെ ഡോഗ് നടത്താൻ പറ്റില്ല, ഇത് ഡോഗ് ഇതാണ്, നമുക്ക് കടിക്കാൻ വരുന്നതാണ്, ഡോഗ് ഈസ് അണ്ടർ ദ ലീഷ്, എവറി ടൈം ദ ഡോഗ് ഈസ് അണ്ടർ ദ ലീഷ്, പക്ഷെ ഡോഗ് നമുക്ക് കടിക്കാൻ വരുന്നതാണ്. ഇങ്ങനെ വളരെ മോശമായിട്ട് സംസാരിച്ചാണ് ആ ലേഡി. അത്ര ഐ വാസ് ഇൻ ഇന്ത്യൻ നേവി, അത്ര ചീത്തവിളി ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. അത്ര ടേക്കിംഗ് മൈ മദേഴ്സ് നെയിം, എഫ് വേർഡ് ഫോർ മൈ മദർ, ഫോർ മൈ വൈഫ്. അപ്പം തന്നെ നമ്മളെ ഓക്കെ നിങ്ങളുടെ ഡോഗിൻ്റെ പ്രശ്നമല്ലേ, ഡോഗ് അപ്പം തന്നെ മാറ്റി വെച്ചു. ഓക്കെ ഡോഗ് ഐ വിൽ മേക്ക് ഷ്യൂർ ഡോഗ് വോണ്ട് കം ടു യു, ഡോഗ് വിൽ നോട്ട് കം നിയർ ടു യു. ഇല്ല, നിങ്ങൾ പുറത്തെ നാട്ടുകാരാണ്, ഇവിടെ വന്നിട്ട് എന്താ കാണിക്കുന്നു, ഷോ കാണിക്കുന്നു, ഇത് ഡോഗ് വെക്കുന്നു, പുറത്തെ നാട്ടുകാരായിട്ട് ഇവിടെ ഇങ്ങനെ ഇതെല്ലാം പറ്റില്ല. ഡോഗ് നിങ്ങളുടെ കീപ് യുവർ ഡോഗ് ഇൻ യുവർ ഏഫ് ഹോം അങ്ങനെയാണ് പറയാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മോന് പെട്ടെന്ന് ഡോഗ് ഉള്ളിൽ വെച്ചിട്ട് അപ്പോൾ തന്നെ വിതിൻ 2 minutes ഡോഗ് ഇവിടുന്ന് ഉള്ളിൽ ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെ 2 മൂത്താളിൽ ഇളയാളിൽ 2 പേര് വന്നിട്ട് അപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങി ആ ബഹളത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവിടെ എന്താ വീഡിയോ എടുക്കുന്ന പറഞ്ഞിട്ട് അവിടെ വളരെ മോശമായിട്ട് സംസാരിച്ച് വളരെ പിന്നെ അടിച്ച് നന്നായിട്ട് എൻ്റെ ഇറ്റ് വാസ് ഗോഡ്സ് ഗ്രേസ് മൈ എൽഡർ സൺ ഗോട്ട് സേവ്ഡ് സമം. നായയെ അവരുടെ വീടിന് മുൻപിലൂടെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. ഇതിന്റെ വീഡിയോ എടുക്കാൻ ശ്രമിച്ച മകനും മർദ്ദനമേറ്റു. ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അവിടെ ഫൈറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ റെക്കോർഡ് ചെയ്യാൻ കൊണ്ടുവന്നു ഫോണ്. അപ്പൊ അവര് ദേ ഗോട്ട് ആംഗ്രി ആൻഡ് ദേ സ്റ്റാർട്ടഡ് ഹിറ്റിംഗ് മീ, അടിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞ എന്നെ എന്തിനാ അടിക്കുന്നത്, ഞാൻ റെക്കോർഡ് ചെയ്യുന്നതല്ല, അതെന്റെ റൈറ്റാ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ അവ ഇനിയും ആംഗ്രി ആയിട്ട് എന്നെ അടിക്കാൻ തള്ളി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒളഞ്ഞു.
വളർത്തുനായ അവരെ ആക്രമിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. വിഷയത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും പിടികൂടിയ ഒരാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. മർദ്ദനമേറ്റെങ്കിലും മാരകമായ മുറിവുകളൊന്നുമില്ലെന്ന് പോലീസ് പറഞ്ഞെന്നാണ് ഇവരുടെ ആരോപണം. പോലീസ് ഈസ് സേയിങ് ദാറ്റ് നമുക്ക് സീരിയസ് കംപ്ലൈന്റ് എടുക്കാൻ പറ്റില്ല ബിക്കോസ് യു ഡിഡ്ന്റ് ഹാവ് എനി ബ്ലീഡിംഗ് ഓർ ഫ്രാക്ചർ എനിത്തിങ്. നമ്മൾ ഫ്രാക്ചറിന്റെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാന്നോ ടു ഗീവ് സം കംപ്ലൈന്റ്. Somebody let them come and kill us first, then we'll give the complaint. Angane wait cheyavan. That is our right. We have to protect, and it was God's grace that somebody from up that building, that Nagarjuna building, she took that video. That's why we could at least prove that they are hitting us, not we. News 18 Kochi. അമേരിക്കയിലെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി AI ക്ലാസ് എടുത്ത് നൽകി താരമാവുകയാണ് 14കാരൻ. സ്വന്തമായി നിർമ്മിച്ച റോബോട്ടുമുണ്ട് സഹായിയായി. ഇടപ്പള്ളി സർക്കാർ സ്കൂളിലെ 10ാം ക്ലാസ്സുകാരൻ റൗൾ ജോൺ അജുവിന്റെ വിശേഷങ്ങൾ കാണാം. പുറത്തൊക്കെ പോയപ്പോ എല്ലാവർക്കും ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞ ഒരു ആപ്പാണ്. നമുക്ക് വേൾഡിൽ ആടെടുത്ത് വേണം സംസാരിക്കാം. ഈ 2020 കോവിഡിന്റെ സമയത്തൊക്കെ 6 വർഷമായി റൗളിന് ടെക്നോളജിയോട് ഇഷ്ടം തുടങ്ങിയിട്ട്. ക്ലബ് ഹൌസിൽ നിന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളെക്കുറിച്ച് പഠിച്ചു. അവിടെ നിന്ന് അമേരിക്കയിലെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുവാനും തുടങ്ങി. സത്യം പറഞ്ഞാൽ AI മാത്രമല്ല, ആദ്യം എനിക്ക് ടെക്നോളജി നല്ല ഇഷ്ടമായിരുന്നു. പക്ഷെ അതായിട്ട് ടെക്നോളജി എല്ലാം കുറെ കണ്ടതിന് പിന്നെ വിചാരിച്ച് അടുത്തത് എന്താ വരാൻ പോകുന്നത്. അപ്പം ഫ്യൂച്ചർ ടെക് എനിക്ക് ബ്രോഡായിട്ട് ഇഷ്ടം. AI, ക്രിപ്റ്റോ കറൻസി, ബ്ലോക്ക് ചെയിൻ, അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം എല്ലാം എനിക്കിഷ്ടമാണ്. അതൊരു 6-7 വർഷമായി എനിക്ക് ഓവറോൾ ടെക്നോളജിയും എല്ലാം എനിക്കിഷ്ടമല്ലേ. എനിക്ക് ഗൂഗിൾ എന്താന്ന് പറഞ്ഞാൽ അറിയാത്ത ആളും അതില്ല. എനിക്ക് ഇവിടെ വരെ എത്താൻ പറ്റി. ആ ഒരു എന്താ ഞാൻ ഈ ക്ലബ് ഹൗസ് തന്നെ ആപ്പും അവിടെ നിന്ന് കുറേ നോളജ് കിട്ടിയതും യൂട്യൂബും അവിടെ നിന്നെല്ലാം. പിന്നെ പഠിക്കുമായിട്ട് ഇത് കാണത്തില്ലേ ഒക്കെ പഠിക്കുന്നത്. എനിക്ക് ജസ്റ്റ് ഇത് ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ ആദ്യം കമ്പ്യൂട്ടർ ഗെയിം പോലെ രൂപപ്പെടുത്തിയ റോബോട്ട് പിന്നെ AI-യുടെ സഹായത്തോടെ ജീവനും നൽകി. CBSE സ്കൂളിൽ പഠിച്ച അജു ഇടപ്പള്ളിയിലെ സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറാൻ കാരണവുമുണ്ട്. കുറേ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും. ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടീവാ. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്. പഠിത്തം മാത്രമല്ല, സ്കിറ്റ്സ്, അങ്ങനെ കുറേ കാര്യമുണ്ട്. എനിക്ക് ഈയിടെതല്ലെങ്കിൽ എനിക്ക് ആക്ടിങ് ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് മാരത്തോൺ ഓടും. 14 കിലോമീറ്റേഴ്സ്, 10 കിലോമീറ്റർ. എൻ്റെ കൂടെ ഭരതനാട്യമുണ്ട്, അത് ഞാൻ ചെയ്യും. അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അവിടെ നിന്ന് ചെയ്യാനും പറ്റി. ഒബ്വിയസ്ലി എൻ്റെ അപ്പയും കുറേ എന്നെ വേണ്ടി സപ്പോർട്ട് ചെയ്തു. പക്ഷേ സ്കൂൾ തന്നെ അതൊരു വലിയ റോൾ പ്ലേ ചെയ്തു. സ്റ്റേറ്റിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ചോദിക്കുന്നത്. ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നേരെ ക്വസ്റ്റ്യൻ പരീക്ഷയിൽ ചോദിക്കാതെ ഇപ്പോൾ ഫോട്ടോസിന്തസിസ് എന്താണെന്നായിരിക്കും ടെക്സ്റ്റ് ബുക്കുള്ള സെയിം ക്വസ്റ്റ്യൻ പരീക്ഷയിൽ വയ്ക്കുന്നത്. പക്ഷേ സ്റ്റേറ്റിനകത്ത് ഹൗ ഡസ് ദ പ്ലാൻ ഗെറ്റ് ദി എനർജി, ആ പ്ലാനിൽ എങ്ങനെ എനർജി വരുന്നത്, സൺലൈറ്റ്. അപ്പം അതൊരു ഡിഫറൻസ് ഇല്ലേ. കോൺസെപ്റ്റ് ആയിരിക്കും സ്റ്റേറ്റിൽ ചോദിക്കുന്നത് കൂടുതൽ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള. ലൈക്ക് ഞാനിപ്പം ഫുൾ സ്റ്റേറ്റിനുള്ള ഞാൻ സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ സ്കൂളിൻ്റെ കാര്യം, എനിക്ക് വേറെ സ്റ്റേറ്റ് അറിയത്തില്ല. ബട്ട് എൻ്റെ സ്കൂളിൽ ചോദിക്കുമ്പോൾ എടുക്കും. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് റൗൾ. ഇടപ്പള്ളി അമൃതനഗറിലെ IT പ്രൊഫഷണലുകളായ അജു ജോസഫിന്റെയും ഷേബയുടെയും ഏക മകനാണ്. കുട്ടികൾക്ക് ഫോൺ നൽകരുതെന്ന് പറയുന്ന മാതാപിതാക്കളോട് റൗളിന്റെ അച്ഛന് പറയാനുള്ളത് ഒന്ന് മാത്രം: പിള്ളേര് മൊബൈൽ ഉപയോഗിക്കണം. കാരണം നമ്മുടെ ഭാവിയിൽ മൊബൈലും അതിന്റെ ലേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. അത് മാറ്റി വെക്കണം. നിങ്ങൾ നിങ്ങളുടെ പിള്ളേരെ തന്നെ മാറ്റി പുറമോട്ട് വെക്കുവാണ്. പിന്നെ പിള്ളേർ ഇതിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണും എന്ന പേടിയുണ്ടെങ്കിൽ നിങ്ങൾ മോണിറ്റർ ചെയ്യണം. അവരെ പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ ഇത് ചെയ്താൽ ഇതാണ് പ്രശ്നം. കാരണം സ്പെഷ്യലി ഇതുപോലുള്ള ടൈപ്പ് എഡ്യൂക്കേഷൻ, സ്പെഷ്യലി സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ പിള്ളേർ അറിഞ്ഞിരിക്കേണ്ടതാണ്. അവരെ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഇച്ചിരി ഭാവിയിലോട്ട് പോകുമ്പോൾ അവർക്കറിയത്തില്ല എന്താണ് ചെയ്യേണ്ടത് ജീവിതത്തിൽ. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. തനിക്ക് കഴിയുന്നത് പോലെ ലോകത്തിലുള്ളവരെ സഹായിക്കുവാനും ഏതെങ്കിലും മാറ്റങ്ങൾ വരുത്തുവാനും കഴിയണമെന്നാണ് ഈ കൊച്ചുമിടുക്കന്റെ ആഗ്രഹം. ന്യൂസ് 18 കൊച്ചി.